ശാലേം ബിബ്ലിക്കൽ സെമിനാരിയുടെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ എന്ന വിഷയം കൃപയാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ 9ാമത്തെ ഡോക്ട്രിനാണ് ഇന്ന് നാം പഠനം ആരംഭിക്കുന്നത്. 9ാമത്തെ ഡോക്ട്രിനാണ് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വിശദമായൊരു പഠനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം, നമുക്ക് ഒന്നിച്ചതിലേക്ക് പ്രവേശിക്കാം. സ്വർഗ്ഗം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെഞ്ചി ചാക്കോ അവർക്കും ഇന്ന് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ടോണി സാറിനും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, മാധ്യമങ്ങൾ വഴി ലോകത്തിൽ സേവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ കൈമാറുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം യേശുക്രിസ്തുവിൻ്റെ മൊഴിയിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. ക്രിസ്തു ഈ രാജ്യത്തെക്കുറിച്ച് എന്താണ് ഉപദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് ടോണി അഥവാ നമ്മുടെ ടോണി സാറ് ഇന്ന് ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. Thank you, sir. Welcome. Welcome all beloved Christian warriors on the spiritual battlefield with Shalom Bible Seminary in the glorious name of our Savior Lord Jesus Christ, the unique, invincible and immortal Savior. Praise the Lord. Amen. Praise the Lord. നമുക്ക് ഒന്നിച്ച് വിഷയത്തിലേക്ക് കടക്കാം. യേശു ക്രിസ്തു രാജ്യത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ക്രിസ്തു രാജ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? എവിടെയാണ് ക്രിസ്തു അവസാനമായി പറഞ്ഞത്? തുടക്കവും ഒടുക്കവും നമുക്കിവിടെ കാണേണ്ടിയിരിക്കുന്നു. രാജ്യത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു. 4200 മതങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. 45,000 ക്രൈസ്തവ സംഘടനകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തിനേറെ 102-ലധികം ഇസങ്ങളുണ്ടെന്ന് കേട്ടു. ഏതായാലും ലോകം മുഴുവൻ ഇന്നത്തെ 850 കോടി ജനങ്ങളും കേൾക്കത്തക്കതിൽ തമ്പുരാന കാര്യങ്ങൾ ഭംഗിയായി വച്ചിരിക്കുകയാണ്. നമുക്ക് മസ്കറ്റിലുള്ള ശാലേം ബിബ്ലിക്കൽ സെമിനാരിയുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഈ വിഷയം ലോകം മുഴുവൻ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാജ്യം സംബന്ധിച്ചുള്ള ഈ പഠനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, പ്രധാനമായി 3 വിധ രാജ്യങ്ങളെക്കുറിച്ചാണ് ബൈബിൾ നമുക്ക് അറിവ് തരുന്നത്. പ്രധാനമായ 3 വിധ രാജ്യങ്ങളെക്കുറിച്ചാണ് ബൈബിൾ അറിവ് തരുന്നത്. ആ 3 വിധ രാജ്യങ്ങൾ എന്ത് എന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മൊഴി നമുക്ക് കേൾക്കാം. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നിങ്ങനെ നിരവധി ടൈറ്റിലുകൾ ഈ രാജ്യത്തിനുണ്ട്. അതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുള്ളത് കൃത്യമായി നമുക്ക് കാണാം. സ്ക്രിപ്ചർ ഡിഫൈൻ സ്ക്രിപ്ചർ, തിരുവെഴുത്ത് കൊണ്ട് തെളിയിക്കുന്ന ഉത്തമ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം, പഴയ നിയമത്തിലെ 850 ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏകദേശം പഴയ നിയമത്തിലെ 31 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അത് ഉദ്ധരിച്ചത്. ക്രിസ്തുവും എഴുത്തുകാരും അപ്പോസ്തലന്മാരൊക്കെ അത് ഉദ്ധരിച്ചു. ആ നല്ല മാതൃകയാണ് നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുവെഴുത്ത് തെളിയിക്കുന്ന വളരെ ഉത്തമമായ ഒരു മാതൃക നമുക്ക് സ്വീകരിക്കാം. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് പ്രൈസ് ദി ലോർഡ് പ്രസൻറ്റേഷനാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, കിങ്ഡം ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ ശബ്ദത്തിൽ ദൈവരാജ്യം എന്താണ്? നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം. Kingdom of God
in sermon of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രചാരം വേദപുസ്തകം നമുക്ക് തരുന്ന എത്ര അല്പത്തിലാണ്. അതിൻ്റെ ആഴങ്ങൾ കാണാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ എന്താണ് ദൈവരാജ്യം, എന്താണ് സ്വർഗരാജ്യം? വായിക്കാം. Beginning, message, the started time of third age, Mark chapter 1 verse 14, the gospel of the kingdom of God, Romans chapter 10 verse 4. നമ്മൾ എഴുതിയത് ശ്രദ്ധിച്ചു. മൂന്നാം യുഗത്തിൻ്റെ തുടക്കത്തിൽ, രണ്ടാം യുഗം അവസാനിക്കുന്നതോടെ മൂന്നാം യുഗത്തിൻ്റെ തുടക്കത്തിൽ കൃത്യമായി പറയുന്ന ഒരു വലിയ സന്ദേശമാണ് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. റോമാലേഖനം 10:4 വായിക്കുന്നില്ല, ഞാൻ പറയാം. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്നാണ് കാണുന്നത്. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. നിങ്ങൾ എഴുതിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. ഞാൻ ഒന്ന് പറയുന്നു. റോമർ 10:4 ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. ആ അവസാനത്തിൽ രാജ്യത്തെക്കുറിച്ചുള്ള രാജാവിൻ്റെ പ്രഖ്യാപനം എന്താണ്? കാലത്രയങ്ങൾ തിരുമുമ്പിലിരിക്കുന്ന ത്രികാലവേദിയായ തിരുമേനിയുടെ ഉച്ചസ്ഥായിയിലുള്ള പ്രഖ്യാപനം എവിടെ വരെ ചെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ടോണി സാറ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്യം വായിക്കും, മലയാളം ലിസിയാൻറ്റി വായിക്കുന്നതാണ്. മർക്കോസ് 1:14. Mark chapter 1 verse 14. Now after that John was put in prison, Jesus came into Galilee preaching the gospel of the kingdom of God. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഈ ഭാഗം നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. യോഹന്നാൻ തടവിലായ ശേഷം, പ്രൈസ് ദി ലോർഡ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാൻ തടവിൽ ആയ ശേഷം. എന്തുകൊണ്ടാണ് ആ പ്രയോഗം അവിടെ പറയാൻ കാരണം? ലൂക്കോസ് 16:16 എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ്റെ സേവനം അവസാനിക്കുന്നതോടെ ന്യായപ്രമാണകാലം അവസാനിക്കുകയാണ്. ഒന്നാമത്തെ യുഗം ബൈബിൾ പറയുന്നത് പൂർവ്വയുഗം. നമുക്കെല്ലാവർക്കും അറിയാം. ആ പൂർവ്വയുഗം തീർന്നത് ആദാം മുതൽ മോശ വരെയാണ്. മോശയോടുകൂടെ ആ യുഗം തീർന്നു. ആ യുഗം തീർന്ന ശേഷം പിന്നീട് ന്യായപ്രമാണ യുഗമാണ്. ലൂക്കോസ് 16:16 വ്യക്തമായി അത് കാണാൻ കഴിയും. യോഹന്നാൻ 1:17 കൊണ്ട് എഴുതിയാൽ, യോഹന്നാൻ 1:17 എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണം മോശയാണ് നൽകിയത്. ന്യായപ്രമാണം മോശയാണ് നൽകിയത്. സ്നാപക യോഹന്നാൻ്റെ മരണത്തോടെ ന്യായപ്രമാണകാലം തീർന്നു എന്ന് ലൂക്കോസ് 16:16 കാണാം. സ്നാപക യോഹന്നാൻ്റെ മരണത്തോടുകൂടെ ന്യായപ്രമാണകാലം തീർന്നു എന്ന് കൃത്യമായി കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോമർ 10:4 ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്ന വാക്കാണ്. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടാം യുഗം അവസാനിക്കുകയും മൂന്നാം യുഗം ആരംഭിക്കുകയും ചെയ്യുന്ന സമയത്ത് ക്രിസ്തു ഒരു പ്രഖ്യാപനം പറഞ്ഞു. നമുക്കത് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. ലിസിയാൻറ്റി മർക്കോസ് 1:14 വായിച്ചാട്ടെ. മർക്കോസ് 1:14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. തടവിലായ ശേഷം എന്ന് പറയാൻ കാരണം എന്താ? യോഹന്നാനോടുകൂടെ ന്യായപ്രമാണം തീരുകയാണ്. റോമർ 10:4 വീണ്ടും ഞാൻ പറയട്ടെ, ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് മൂന്നാം യുഗം ആരംഭിക്കുന്ന സമയത്ത്
ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായ മഹാരാജാവായ ചരിത്രം കണ്ട വലിയ രക്ഷകനായ ഇക്ഷയിൽ വന്ന സച്ചിദാനന്ദനായ അക്ഷയനായ ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് ദൈവരാജ്യ സന്ദേശം. ദൈവരാജ്യ സന്ദേശം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൽ ദൈവരാജ്യം ആരംഭിക്കുന്നത് ആ സമയത്താണ് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി. ഇവിടെ സമയം നമ്മുടെ മുമ്പിൽ കൃത്യമായി ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഒന്ന്, എപ്പോഴാണ് ക്രിസ്തു ദൈവരാജ്യ പ്രസംഗം ആരംഭിച്ചത് എന്നതിൻ്റെ കൃത്യമായ മറുപടി കിട്ടി. ന്യായപ്രമാണ അവസാനം, സുപ്രസാദകാല ആരംഭം. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കൃപായുഗം എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നല്ല പദമാണ്, അത് ഒട്ടും തള്ളിക്കളയേണ്ടതില്ല. എന്നാൽ കൃപായുഗം എന്നൊരു വാക്ക് നമ്മുടെ ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ സുപ്രസാദകാലമെന്ന് 2 കൊരിന്ത്യർ 6:2 കാണാം. അതിൽ ബൈബിളിലുള്ള വാക്ക് പറഞ്ഞതേ ഉള്ളൂ. കൃപായുഗം എന്ന വാക്ക് തള്ളിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കൃപായുഗം നമ്മൾ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നല്ല വാക്കാണ്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ സുപ്രസാദകാലം എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. ഇപ്പോഴാകുന്നു രക്ഷാദീപം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഈ കാലം ആരംഭിക്കുന്ന സമയം, ന്യായപ്രമാണ യുഗം അവസാനിക്കുന്ന സമയം എന്നുകൊണ്ട് എടുത്തു പറയുകയാണ്. 2ാം യുഗത്തിൻ്റെ സമാപനം, 3ാം യുഗത്തിൻ്റെ ആരംഭം. ഈ ടൈമിലാണ് ദൈവരാജ്യ സന്ദേശം യേശു ആരംഭിക്കുന്നത്. ഇവിടെ യേശു ആര് എന്നൊരറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ ചില റെഫറൻസ് പറയാം, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് യോഹന്നാൻ 1:49 യേശു ക്രിസ്തു ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പറയുകയാണ്. യോഹന്നാൻ 1:49 യേശു ക്രിസ്തു ഇസ്രായേലിൻ്റെ രാജാവ്. യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിൻ്റെ മറുപടി വെളിപ്പാട് 15:2-3. വെളിപ്പാട് 15:2-3 ജാതികളുടെ രാജാവ് എന്നവിടെ എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 15:2-3 ജാതികളുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് 19:16 രാജാക്കന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. ചിന്താർഹമായ ചില പദങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാരുടെ രാജാവ്. വളരെ ഉയരത്തിൽ ആ കാര്യം നമുക്കൊന്ന് പഠിക്കാം. വളരെ ശ്രദ്ധിക്കുക. ലോകം മുഴുവൻ കേൾക്കുന്ന ഈ സന്ദേശത്തിനായി സ്തോത്രം. ഷാലെ ബിബ്ലിക്കൽ സെമിനാരി മസ്കറ്റ് ഒരുക്കിയിരിക്കുന്ന അവരുടെ പ്രത്യേക പ്രോഗ്രാമാണ് ഈ സന്ദേശം ലോകം അറിയണം എന്നുള്ളത്. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന കർത്തദാസന്മാർ, കർത്തദാസിമാർ എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകണം. നമ്മൾ പഠിക്കുന്ന ഭാഗം ഹൃദയത്തിൽ കൃത്യമായി ഇരിക്കണം. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. ക്ലാസ് 9:30 തീർന്ന ശേഷം മാത്രമേ ചോദ്യത്തിൻ്റെ വേളയുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. എല്ലാവരും ചോദ്യങ്ങൾ എഴുതി വെച്ചോളൂ. അപ്പം നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങളത് എഴുതി വെച്ചാൽ മതി ചോദ്യങ്ങൾ ഏതാണെങ്കിൽ. അത് നമുക്കെല്ലാം കൃത്യമായി ചോദ്യോത്തര വേളയുടെ സമയത്ത് പഠിക്കാവുന്നതാണ്. നിങ്ങളെ അതിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. സാർ അതൊന്ന് വായിച്ചിട്ട് എഴുതിയാൽ മതി എന്ന കാര്യം ഓർപ്പിക്കുന്നു. Finally, before the ascension, Acts chapter 1 verse 2 and 3, and speaking of the things pertaining to the kingdom of God. യേശുക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ ദൈവരാജ്യം എന്നത് എപ്പോഴാണ് ഒടുക്കം നമ്മൾ കാണുന്നത്? സമാപനമായി നമ്മുടെ കർത്താവിൻ്റെ പ്രദർശനം എപ്പോഴാണ്? അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ടോണി സാറ് വായിച്ചല്ലോ. ഒരു വട്ടം കൂടെ ടോണി സാറിനെ കൊണ്ട് വായിപ്പിക്കുകയാണ് ഞാൻ. സാറിന് എഴുതിയെടുക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് വായിച്ചിട്ട് എഴുതിക്കോളൂ. Finally, before the ascension, Acts chapter 1 verse 2 and 3,
and speaking of the things pertaining to the kingdom of God. ഈ വാക്യം നമുക്ക് ഒന്നിച്ച് വായിക്കേണ്ടതാണ്. ലിസി ആൻറ്റി ഇപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1:2-3 വായിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ വാക്യം വളരെ വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതം, ഐഹിക ജീവകാലം, ഈ ഭൂമിയിൽ ജീവിച്ച കാലം, അത് തീരുന്ന സമയത്തും ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ലോകം കേട്ടത് ദൈവരാജ്യ സുവിശേഷമാണ്. വളരെ ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് ലോകം കേട്ടത്. അപ്പോൾ പ്രധാനമായൊരു തീമാണ് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ ദൈവരാജ്യം എന്നത്. ദൈവരാജ്യം അതിന് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ബന്ധപ്പെട്ട എല്ലാ പ്രയോഗങ്ങളും നമുക്ക് പഠിക്കാൻ ദൈവം സഹായിക്കട്ടെ. വളരെ വിശാലമായിട്ട് ഇത് പഠിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 25 പ്രയോഗങ്ങളാണ് കൃത്യമായി ദൈവരാജ്യ സംബന്ധിച്ചുള്ള സുവിശേഷം സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നത്, പഴയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 24 ദൈവരാജ്യത്തിനോട് ബന്ധപ്പെട്ട വാർത്തയാണ്. 25 പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം, അഥവാ 24 ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള സന്ദേശ വിഷയങ്ങളാണ് എന്ന് ഉറക്കെ പറയാൻ ഞാൻ സന്തോഷിക്കുന്നു. നമ്മൾ വളരെ ഗൗരവമായി ഈ ഭാഗം കാണേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എഴുതിയെടുക്കാനും കഴിയുന്നുണ്ടല്ലോ. ഇനി നമുക്ക് കിങ്ഡം സംബന്ധിച്ച് ബൈബിൾ നമുക്ക് തരുന്ന അറിവിലേക്ക് വരണം. ഒന്നാമത്, യേശു ക്രിസ്തു എപ്പോൾ ഇത് ആരംഭിച്ചു, എപ്പോൾ അവസാനിപ്പിച്ചു, ആ ചരിത്രം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. യേശു ക്രിസ്തു എപ്പോഴാണ് ഇത് ആരംഭിച്ചത്, എപ്പോഴാണ് ഈ പ്രസംഗം അവസാനിപ്പിച്ചത്? ഒന്നോടെ എടുത്തു പറയാം. ആരംഭിച്ചത് 2-ാം യുഗത്തിൻ്റെ സമാപനത്തിൽ, 3-ാം യുഗത്തിൻ്റെ ആരംഭത്തിൽ. അവസാനിപ്പിച്ചത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് വരെ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ രണ്ടാം യുഗം അവസാനിക്കുന്നതോടെ ആരംഭിച്ച, 3-ാം യുഗം ആരംഭിക്കുന്നതോടെ ആരംഭിച്ച ഈ സന്ദേശം ഇവിടെ നിന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് വരെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു. എത്ര വളരെ വ്യക്തമായ ചിന്താഗതി! കർത്താവിൻ്റെ ലക്ഷ്യമതായിരുന്നു. കർത്താവ് വന്നത് തന്നെ ദൈവരാജ്യം അറിയിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. മനുഷ്യൻ്റെ മറുവിലയായ ജീവൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതിൻ്റെ സന്ദേശം ദൈവരാജ്യത്തിൽ ഉൾക്കൊണ്ടത് എത്ര വലുപ്പത്തിലാണെന്ന് ലോകത്തെ കൃത്യമായി അറിയിച്ചു, തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അതാണ് നമ്മൾ 1-ാം സ്ലൈഡിൽ കണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ കാണാൻ പോകുകയാണ്. വായിക്കാം. Matthew chapter 12 verse 28, the kingdom of God. ഈ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കേണ്ടതുണ്ട്. മത്തായി 12:28. മത്തായി 12:28 വായിക്കാം. നമുക്ക് മലയാളം വായിച്ചു കേൾക്കാം. മത്തായി 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ഒന്നോടെ ഞാൻ നിർത്തി പറയുകയാണ്. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച വലിയൊരു അറിവ് നമുക്ക് തുടക്കത്തിൽ വേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം സംബന്ധിച്ചുള്ള വലിയൊരു അറിവ്
ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ആവശ്യമുണ്ട്. 1-2 ഭാഗങ്ങൾ ലിസി ആൻറ്റി ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. അത് കേട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. പ്രൈസ് ഗോഡ്. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കണം. 2 പത്രോസ് 1-ാം അധ്യായം 11-ാം വാക്യം. എല്ലാവരും തിരുവെഴുത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. 2 പത്രോസ് 1-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒന്നോടെ ഞാൻ പറയുകയാണ്, ഈ വാക്യം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യം, ദൈവരാജ്യം എന്നത് നിത്യരാജ്യമാണ്. ഇറ്റ് ഈസ് ആൻ എവർലാസ്റ്റിംഗ് കിങ്ഡം. ഇറ്റ് ഈസ് ആൻ എവർലാസ്റ്റിംഗ് കിങ്ഡം. അത് നിത്യരാജ്യമാണ്. തുടക്കമില്ല, ഒടുക്കമില്ല, നിത്യരാജ്യമാണ്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആരംഭവും അവസാനവുമില്ലാത്ത രാജ്യമാണ് ദൈവരാജ്യം. അത് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ മധ്യത്തിൽ വന്നു എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഞ്ചരിക്കുന്ന രാജ്യമാണോ ഇത്? ഈസ് ഇറ്റ് എ മൊബൈൽ കിങ്ഡം? ഈസ് ഇറ്റ് എ മൊബൈൽ കൺട്രി? ഇറ്റ് ഈസ് എ മൊബൈൽ ടെറിട്ടറി? ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് ഉത്തരം കാണണം. സഞ്ചരിക്കുന്ന പ്രദേശമല്ല ഇത്. ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, സഞ്ചരിക്കുന്ന പ്രദേശമായ രാജ്യമല്ല മത്തായി 12:28 പറഞ്ഞത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വിശാലതയിൽ അത് നിത്യമായ രാജ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ വിശാലതയിൽ അത് നിത്യമായ രാജ്യമാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് പറഞ്ഞത്? ലിസി ആൻറ്റി എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഭാഗം ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കും. നിങ്ങളെല്ലാവരും ഇക്കാര്യം കൃത്യമായി എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യുക. ബൈബിൾ ഏറ്റവും വലിയ വിഷയമാണ് നിത്യത മുതൽ നിത്യത വരെ. അതിലൊന്നാണ് നിത്യരാജ്യം എന്നത്. നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:11 വാക്യം വായിച്ചാട്ടെ. 2 പത്രോസ് 1-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യം. അപ്പൊ രാജാവ് ആരാണ്, ഈ രാജ്യത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് പത്രോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു. ആരുടെയാണ് രാജ്യം? ഭംഗിയായി എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യമാണ്. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യമാണ്. ആ രാജാവാണ് മത്തായി 12:28 പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യമെന്ന് കൃത്യമായി എഴുതിയിരിക്കുമ്പോൾ ഈ നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥനും രാജാവും ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഭൂമിയിൽ വന്ന് പറയുകയാണ്. 12:28 നമുക്ക് ആ വാക്യം ഒന്ന് കാണണം. വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. നിർത്തി വായിച്ച് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ലിസി ആൻറ്റി 12:28 എഴുതി കഴിഞ്ഞിട്ട് വായിക്കണം. മത്തായി 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അതിനകത്ത് സഞ്ചരിക്കുന്നത് എന്താണ്, സഞ്ചരിക്കാത്തത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ടിട്ടില്ലേ മൊബൈൽ കോർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആമേൻ. ഹൈദരാബാദിൽ IPCയുടെ ഒരു സെൻട്രൽ കൺവെൻഷന്, സ്റ്റേറ്റ് കൺവെൻഷന്
പ്രസംഗിക്കാൻ ചെന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെന്നതല്ലേ, ഞാൻ അവരോട് പറഞ്ഞു ഹൈദരാബാദ് എനിക്കൊന്ന് കാണണം, പകൽ ഫ്രീ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, ഒരു ഗൈഡിനെ തരാം. ആ ഗൈഡിനെ തന്നു. ഗൈഡ് എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ചാർമീനാർ കണ്ടിട്ടില്ല, എന്താണെന്ന് പോലും എനിക്ക് അന്നറിയില്ല. കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ബസ് ഡബിൾ ഡെക്കറാണ്. ആദ്യമായിട്ട് ഡബിൾ ഡെക്കറിന് മുകളിൽ കയറിയിരുന്നു വലിയ സന്തോഷത്തോട്. പക്ഷെ അല്പനേരം കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് ഞങ്ങളെ തടഞ്ഞു. അതിന് കാരണം കണ്ടക്ടർ വന്ന് പറഞ്ഞു ചാർമീനാർ എത്താറായി എന്ന്. എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവന് ഇംഗ്ലീഷ് സ്വാധീനമില്ല. അതേസമയം ഹൈദരാബാദിൽ സംസാരിക്കുന്ന തദ്ദേശീയ ഭാഷ നന്നായിട്ടറിയാം. കണ്ടക്ടർ പറഞ്ഞത് അവന് മനസ്സിലായി, എനിക്കത് അന്യഭാഷയായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചാർമീനാർ എത്താറായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ചെന്ന് ആ ഫുട്ബോളിൽ നിന്നു. ആ ഫുട്ബോളിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തു എന്നതുകൊണ്ടാണ് ഞങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതാ കോടതി കൊണ്ടുപോയി. മൊബൈൽ കോർട്ടാണ്. നിങ്ങളാ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, സഞ്ചാര കോടതിയിലേക്ക് കൊണ്ടുപോയി. ഹൈദരാബാദിലെ സഞ്ചാര കോടതി ലൈലാൻഡ് ബസ്സായിരുന്നു. ആ ബസ്സിനകത്ത് കൃത്യമായി ജഡ്ജി ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഗുമസ്തന്മാർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് നിർത്തി. ആ കോർട്ടിൽ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഫുട്ബോളിൽ സഞ്ചരിച്ചോ? ഞാൻ പറഞ്ഞു സോറി സർ, ഐ ആം എ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി. ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നതാണ്. ഇത് എൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. എനിക്ക് ഇവിടെ യാത്ര ചെയ്ത നിയമങ്ങൾ അറിയത്തില്ല. കണ്ടക്ടർ പറഞ്ഞു ചാർമീനാർ എത്താറായെന്ന്, അതുകൊണ്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പം സഞ്ചാര കോടതി അതാ. അപ്പോൾ തന്നെ അവിടെ താൽക്കാലിക കോടതികളുണ്ട്, ഡിസ്ട്രിക്റ്റ് കോടതികളുണ്ട്, ഹൈക്കോർട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിൽ നമുക്ക് സുപ്രീം കോർട്ടുണ്ട്. അതൊക്കെ അവിടെ സ്ഥിരമാണ്. ആ കോടതികളെല്ലാം സ്ഥിരമാണ്. അത് യാത്ര ചെയ്യുന്നില്ല. എന്നാൽ മൊബൈൽ കോർട്ട്, സഞ്ചാര കോടതി യാത്ര ചെയ്യുന്നുണ്ട്. ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ സഞ്ചാരഭാഗം ഏതാണ്? ഇതിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആധിപത്യം കൈമാറുക. പ്രൈസ് ദി ലോർഡ്. ആധിപത്യം കൈമാറുന്നതിന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആധിപത്യം കൈമാറി. ഹല്ലേലൂയ. ആധിപത്യം കൈമാറിയാൽ രാജ്യം കൈമാറി എന്നാണ് അതിൻ്റെ അർത്ഥം. രാജ്യം കൈമാറി എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. അത് ടെറിറ്ററി അല്ല, ആ രാജ്യത്തിൻ്റെ പ്രദേശം കൈമാറുകയല്ല, അധികാരം കൈമാറുകയാണ്. ഇവിടെ ടെറിറ്ററി കൈമാറുന്നില്ല, അധികാരം കൈമാറുകയാണ്. ഇതുപോലെ നിത്യമായ രാജ്യത്തിൻ്റെ അധികാരം കൈമാറുന്നതാണ് ഇവിടുത്തെ വിഷയം. ആമേൻ. അപ്പം നിത്യമായ രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ അധികാരം നിത്യനായ ക്രിസ്തുവിനാണ്. അത് നിത്യമായത് നിലനിൽക്കുന്നു. ആ രാജ്യത്തിൻ്റെ അധികാരം മനുഷ്യന് കൈമാറുന്ന വിധത്തെക്കുറിച്ചാണ് 12:28 പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അധികാരം മനുഷ്യനെ ദൈവം കൈമാറുന്ന കാര്യത്തെക്കുറിച്ചാണ് മത്തായി 12:28 യേശു ക്രിസ്തു സ്പഷ്ടമായി പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ മുമ്പോട്ട് പോകാം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിശാലമാക്കുകയാണ്. നിങ്ങൾ കൃത്യമായി ഗ്രഹിക്കണം. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനമുണ്ട്, നന്ദിയുണ്ട്. ഈ ഭാഗം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം ഞാൻ പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാര്യം നമുക്കറിയാം, ലോകത്തിനറിയാം. അവർക്ക് രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ രാജ്ഞി എല്ലാം ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിനാണ് നമ്മൾ പറയുന്നത് ടെറിറ്ററി ഓഫ് കിങ്ഡം, ആ രാജ്യത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ ആധിപത്യം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ അവരുടെ ഒരു പ്രഭുവിനെ ഈ രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്തു.
ആ പ്രഭുവിനെ രാജ്യം കൈമാറി എന്നാണ് പറയുക. രാജ്യം കൈമാറി, നിങ്ങൾക്കറിയാമല്ലോ ആ പ്രഭുവിനെ കുറിച്ചൊക്കെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതുപോലെ രാജ്യം കൈമാറുന്നു നമ്മുടെ ദൈവം. ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിക്കേണ്ടതുണ്ട്. ലിസി ആൻറ്റി വായിച്ചാട്ടെ. 145 സങ്കീർത്തനം 12-13. അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. ഇവിടെ സ്പഷ്ടമായ ഒരു കാര്യം തെളിഞ്ഞു വരുന്നുണ്ട്. യഹോവ രാജ്യത്വമുള്ളവനാണ്. യഹോവ രാജ്യത്വമുള്ളവനാണ്. 2, യഹോവയുടെ രാജ്യത്വം നിത്യമാണ്. ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭാഗത്ത് നമ്മൾ വന്നിരിക്കുക. യഹോവ രാജ്യത്വമുള്ളവനാണ്, യഹോവയുടെ രാജ്യത്വം നിത്യമാണ്. പുതിയ നിയമത്തിൽ പറയുന്നു യേശു ക്രിസ്തുവിന് രാജ്യത്വമുണ്ട്, ആ രാജ്യത്വം നിത്യമാണ്. ഹല്ലേലൂയ. ഇവിടെ തെളിവായൊരു ഭാഗം വന്നിരിക്കുക. എന്താ തെളിവായി വന്നത്? യഹോവയ്ക്കും നിത്യരാജ്യം, യേശു ക്രിസ്തുവിനും നിത്യരാജ്യം. ആമേൻ. ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. യേശു ക്രിസ്തു ദൈവമാണെന്നും നിത്യനാണെന്നൊക്കെ തെളിയിക്കാൻ എവിടാ വാക്യം എന്നൊക്കെ വെല്ലുവിളിച്ച് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് അവരോട് മറുപടിയല്ല, അവരറിയാൻ വേണ്ടി പറയുകയാണ്. നമുക്കൊരു സംവാദ രീതിയല്ല, സത്യം വെളിപ്പെടുത്തുന്നവരാണ് നമ്മൾ എന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കൃഷിക്ക് ഒരു കുളം കുഴിക്കുന്ന സമയത്ത് അവിടെയുള്ള വൃക്ഷങ്ങളുടെ ശകരങ്ങളൊക്കെ വെട്ടി ഇറക്കുന്നത് പണ്ട് പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. വലിയ മെഷീൻ വരിക, അത് അപ്പം തന്നെ കൈയോടെ ആ വൃക്ഷത്തെ പറിച്ചു മാറ്റുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതാണ്. വെട്ടി മാറ്റുന്ന പ്രോഗ്രാം നമുക്കില്ല. നമുക്ക് വേണ്ടത് ലോകത്തിന് ആശ്വാസമായ വചനമാണ്. അത് വചനവെള്ളമാണ്. അത് കുടിക്കാൻ വേണ്ടി അവിടെയുള്ള തടസ്സമുള്ള വൃക്ഷങ്ങൾ തന്നെത്താനങ്ങ് പറഞ്ഞു പൊക്കോളും. തിരുവെഴുത്ത് തെളിയിച്ച് കഴിയുമ്പോൾ പറിക്കാൻ പോകുന്ന പ്രോഗ്രാം നമുക്കില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഒരു വ്യക്തികളെയും നമ്മൾ വിമർശിക്കുന്നില്ല, ഒരു പ്രസ്ഥാനങ്ങളെയും ഒരു മതത്തെയും വിമർശിക്കുന്നില്ല. സത്യം പുറത്തു കൊണ്ടിരുന്നുള്ളൂ. കാതലായ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഷാലോം ബിബ്ലിക്കൽ സെമിനാരിയുടെ ആശയം, വിമർശനമല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ആമേൻ. നമുക്കൊന്നുകൂടെ മുമ്പോട്ട് പോകാം. നിങ്ങൾ എഴുതി വയ്ക്കുക. യഹോവയുടെ നിത്യരാജ്യം, യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം. യഹോവയുടെ നിത്യരാജ്യം, യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം. അപ്പം ഇവിടെ ക്രിസ്തു ആര് എന്ന കാര്യം വളരെ ഭംഗിയായി തെളിയുന്നു. ക്രിസ്തു നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവാണ്. നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവാണ് യേശു ക്രിസ്തു എന്ന തെളിവായി. എത്ര സ്പഷ്ടമായി തിരുവെഴുത്ത് ഇത് പറയുന്നു. സ്ഫടികസ്ഫുടമായ ദൈവവചന ആലോചന നമുക്ക് ശ്രദ്ധിക്കാം. ശക്തമായി എതിർക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങളും ഇത് കേൾക്കണം. യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. നിങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വരണം എന്നുകൂടെ ലോകത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ നിന്നുകൊണ്ട് ചില വാക്യങ്ങൾ ഞാനിത് വായിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. 1, നമ്മൾ കണ്ടെത്തി രാജ്യം നിത്യമാണ്. 2, നിത്യമായ രാജ്യത്തിന് നിത്യമായൊരു ടെറിറ്ററി ഉണ്ട്. രാജ്യം നിത്യമാണ്. നിത്യമായ രാജ്യത്തിന് നിത്യമായൊരു ടെറിറ്ററി ഉണ്ട്. ആ ടെറിറ്ററി ഏത് എന്ന് നമുക്ക് പിന്നാലെ പറയാം. 3, നിത്യമായ രാജാവുണ്ട്. ആ രാജാവ് ആര് എന്ന് കൃത്യമായി യഹോവയാണ്, യേശു ക്രിസ്തുവാണ്. രാജ്യം നിത്യമാണ്, അതിന് നിത്യമായ ടെറിട്ടറി ഉണ്ട്, നിത്യമായ ഒരു രാജാവുണ്ട്. ആമേൻ. സാറേ വായിച്ചാട്ടെ. There is an eternal, everlasting kingdom, and whose eternal king is Lord Jesus, Jehovah,
and the territory is eternal. ആമേൻ. സാർ അവിടെ വായിച്ചപ്പോൾ ജഹോവ എന്നല്ല വായിച്ചത്. അതിൽ എൻ്റെ വക കൺഗ്രാജുലേഷൻ. കാരണം എബ്രായ ബൈബിളിൽ ജഹോവ എന്നല്ല യഹോവ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പോലെയാണ് കൃത്യമായിട്ട് എബ്രായ ശബ്ദം. അതത് ഭാഷയ്ക്ക് അതത് ശബ്ദങ്ങളുണ്ട്. അതത് ഭാഷയെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. ഇന്നുള്ള 7156 ഭാഷകൾ, ഏകദേശം 7200 ഭാഷകളെല്ലാം അതതിൻ്റെ നിലയിൽ ഭംഗിയുള്ളതാണ്. ഒരു ഭാഷയുടെയും ഭംഗിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അതെല്ലാം ബ്യൂട്ടിഫുൾ ലാംഗ്വേജസാണ്, ഡയലക്റ്റേഴ്സാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ചോദ്യം ഇതാണ്: ക്രിസ്തുവിൻ്റെ രാജ്യം, യഹോവയുടെ രാജ്യം എന്ന് കേട്ടതിനാൽ ക്രിസ്തുവും യഹോവയും ഒന്നാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പം രാജ്യം എന്നത് ഇവിടെ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. ടെറിറ്ററി വന്നിട്ടില്ല, വന്നത് ആധിപത്യമാണ്. ആമേൻ. ടെറിറ്ററി വന്നിട്ടില്ല, വന്നത് ആധിപത്യമാണ്. അതെങ്ങനെ വന്നു? അതിൻ്റെ ക്രൊണോളജിക്കൽ സ്റ്റേറ്റ് എന്താണ്, കാലക്രമ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇവിടെ കണ്ടെത്തുകയാണ്. ലിസി ആൻറ്റി ഒരു വാക്യം കൂടെ വായിക്കണം. യെശയ്യാവ് 44:6 വാക്യം കൂടെ വായിക്കണം. യെശയ്യാവ് 44:6 വാക്യം കൂടെ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യഹോവയാണ് ഇസ്രായേലിന്റെ രാജാവ്. യഹോവയാണ് ഇസ്രായേലിന്റെ രാജാവ്. 2, ആദ്യനും അന്ത്യനുമാണെന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ തുടക്കവും ഒടുക്കവും രാജാവിനുണ്ടോ? തുടക്കവും ഒടുക്കവും രാജാവിനുണ്ടോ? ഒത്തിരി തെറ്റിദ്ധാരണകൾ ഈ ക്ലാസ്സിൽ തീരും. തുടക്കവും ഒടുക്കവും രാജ്യത്തിനുമില്ല, രാജാവിനുമില്ല. പക്ഷെ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന വാക്കിലാണ് വിഷയം. ആമേൻ. ഇസ്രായേലിന് തുടക്കമുണ്ട്, ഇസ്രായേലിന് ഒടുക്കമുണ്ട്. ഇസ്രായേലിൽ നിന്നുകൊണ്ട് വേണം ഈ കോണ്ടെക്സ്റ്റ് കൃത്യമായി പഠിക്കുവാൻ. ഇസ്രായേൽ എന്ന വാക്ക് 8 വിധത്തിലാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അറിവിൽ ഉണ്ടായിരിക്കണം, ഇസ്രായേൽ എന്ന പദം 8 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര വിപുലമായിട്ടുള്ളൊരു പദമാണ് ഇസ്രായേൽ. ആ പദം വെച്ചുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ആ വാക്യം നമുക്ക് എല്ലാവർക്കും എടുക്കാം. എഴുതി കഴിഞ്ഞിട്ട് ലിസി ആൻറ്റി 44:6 ഒന്ന് വായിച്ചാട്ട് ഒന്നുകൂടെ എല്ലാവരും ബൈബിൾ നോക്കണേ. കൃത്യമായി എഴുതി കഴിഞ്ഞ് നോക്കണം. യെശയ്യാവ് 44:6 ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അപ്പൊ ഏക ദൈവമാണ് ഈ പ്രഖ്യാപനം. ബൈബിളിൽ ഏക ദൈവത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമേ ഉള്ളൂ. ബൈബിളിൽ ബഹുദൈവമില്ല. ബൈബിൾ പറഞ്ഞു തരുന്ന ദൈവം, ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന ദൈവം ബഹുദൈവമല്ല. ബഹുദൈവ പഠനങ്ങൾ ലോകത്തിൽ എവിടെയുമുണ്ട്. അത് നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ബൈബിൾ പറയുന്നത് ഏക ദൈവമുള്ള, ഏക നാമമുള്ള ഒരു രാജാവിനെയാണ്. നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്
എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് നേരിട്ട് നഥനയേൽ പറയുകയാണ്, നീ ഇസ്രായേലിന്റെ രാജാവ്. യേശു അത് എതിർത്തില്ല, യേശു അതിനെ നിരാകരിച്ചില്ല. കൃത്യമായി ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? യേശു ഇസ്രായേലിന്റെ രാജാവാണെന്ന് അറിയപ്പെട്ടൊരു മനുഷ്യൻ, കാപട്യമില്ലാത്തൊരു കരുത്തനായ സാരഥി സ്പഷ്ടമാക്കി ഇസ്രായേലിന്റെ രാജാവെന്ന്. എന്താണ് യേശു അത് എതിർക്കാഞ്ഞത്? മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് എടുക്കാം. മത്തായി 27:11. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. എത്ര സ്പഷ്ടമായിട്ട് കർത്താവ് പറഞ്ഞ്. റോമ ഗവൺമെന്റിന്റെ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിന്ന് അവിടുത്തെ ഗവർണർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ? ചോദ്യം, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു സ്പഷ്ടമായി പറഞ്ഞു, യെസ്, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. ആമേൻ. അപ്പൊ ഇസ്രായേലിന്റെ രാജാവാണ് യേശു. അതിന് തുടക്കമുണ്ടോ? ഉണ്ട്. ഇസ്രായേലിന്റെ രാജാവെന്ന് പറയാൻ കാരണം ഇസ്രായേൽ ആരംഭിച്ചത് ഈജിപ്റ്റ് മുതലാണ്. ഹോശിയ 12-ാം അധ്യായം 4-ാം വാക്യം, 9-ാം വാക്യം, 13-ാം അധ്യായം 4-ാം വാക്യം. ഹോശിയ 12:9, 13:4. ഈ രണ്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ആരംഭം ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്നാണ്. അവിടെ മുതലാണ് യഹോവ അവർക്ക് യഹോവയായതും രാജാവായതും. ആമേൻ. കൃത്യമായ നോട്ടാണ്. ഈജിപ്റ്റ് മുതൽ യേശു ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവായി. അപ്പൊ യേശു ക്രിസ്തു കൂടി ആരാ? യഹോവ എന്ന ടൈറ്റിലിൽ അറിയുന്നവനാണ്. ആമേൻ. യഹോവ എന്ന ടൈറ്റിലിൽ അറിയുന്നതാണ്. എത്ര സ്പഷ്ടമായിട്ടാണ് ബൈബിൾ പറയുന്നത്. ആ രാജ്യത്തിന് തുടക്കമുണ്ട്. ഇസ്രായേൽ മുതലാണ് ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ആദ്യനാണ്. ആമേൻ. ആ രാജ്യത്തിന്റെ ആദ്യനാണ് ക്രിസ്തു. ഇനി അതിൻ്റെ ഒടുക്കവും കർത്താവിനറിയാം. അതുകൊണ്ടാണ് ആദ്യനും അന്ത്യനും എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. അല്ലാതെ ക്രിസ്തുവിന് തുടക്കവും ക്രിസ്തുവിന് ഒടുക്കവുമല്ല. രാജ്യത്തിൻ്റെ തുടക്കം, രാജ്യത്തിൻ്റെ അവസാനം. ഇപ്പോൾ ആദ്യനും അന്ത്യനും എന്ന വാക്കിൻ്റെ സ്പഷ്ടമായ അനുഭവം ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകം മുഴുവൻ ഈ സത്യം അറിയട്ടെ. ആമേൻ. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആ വാക്യം എടുക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായം 17-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ദൈവം നിർമ്മിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെയും തുടക്കം അവനാണ്. അപ്പൊ സൃഷ്ടിയോട് ബന്ധപ്പെട്ട്, രാജ്യത്തോട് ബന്ധപ്പെട്ട് ആദ്യനാണ്, അന്ത്യനാണ്. സൃഷ്ടിയോട് ബന്ധപ്പെട്ട്, രാജ്യത്തോട് ബന്ധപ്പെട്ട് ആദ്യനാണ്, അന്ത്യനാണ്. അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാം. ഇപ്പം നമ്മൾ പഠിച്ചു വന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായി ബോധ്യമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം യേശു ക്രിസ്തു ആര് എന്നിവിടെ അറിയുന്നു. വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുകയാണ്. നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥത. അപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഉടമസ്ഥനും ദൈവവും രാജാവുമാണ്. രണ്ട് ഭാഗം രണ്ടായി നമ്മൾ കാണണം. ഒന്ന്, നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവ് ഉടമസ്ഥൻ. നിത്യരാജ്യത്തിൻ്റെ നിത്യരാജാവ് ഉടമസ്ഥൻ. രണ്ട്, ഇസ്രായേൽ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതാണ്. ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വലിയ രാഷ്ട്രമായി ഈജിപ്തിൽ അവരെ സൃഷ്ടിച്ചുവെന്ന് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇപ്പം എഴുതേണ്ട പോയിന്റ്, സൃഷ്ടിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൻ്റെ തുടക്കം അവനാണ്, ഒടുക്കം അവനാണ്.
സൃഷ്ടിയുടെ തുടക്കം അവനാണ്, ഒടുക്കം അവനാണ്. പിന്നാലെ തെളിയിക്കുന്നുണ്ട്. ഹോശേയ പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം 13-4. ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഒരു ആമേൻ പറയാം, ഒരു ആമേൻ പറയാം. ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആ തുടക്കം നമുക്ക് കൃത്യമായി കിട്ടി. യഹോവ ആയ ക്രിസ്തു ഇസ്രായേൽ രാജ്യത്തിൻ്റെ ദൈവമായത് മിസ്രയീം രാജ്യം മുതലാണ്. അതിൻ്റെ കാരണം എന്താ? ഇസ്രായേലിനെ സൃഷ്ടിച്ചത് മിസ്രയീമിൽ വെച്ചാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ സൃഷ്ടിച്ചത് മിസ്രയീമിൽ വെച്ചാണ്. അതും തെളിവുണ്ട് ബൈബിളിൽ. പിന്നാലെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ വലിയൊരു കാര്യം തെളിഞ്ഞു. ആദ്യനും അന്ത്യനും എന്നത് വിഷയത്തോടനുബന്ധിച്ചാണ്, സൃഷ്ടിക്കപ്പെട്ട വിഷയത്തോടനുബന്ധിച്ചാണ്. അതെഴുതണം. നിത്യരാജ്യത്തോട് ബന്ധപ്പെട്ടല്ല. ആദ്യനും അന്ത്യനും എന്നത് സൃഷ്ടിക്കപ്പെട്ടതിനോട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ്. ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ്. അവരെ സൃഷ്ടിച്ചത് ഈജിപ്തിൽ വെച്ചാണ്, മിസ്രയീമിൽ വെച്ചാണെന്ന് എഴുതിയിരിക്കുന്നു. പിന്നാലെ ആ ഭാഗം നമുക്ക് വിശദമായി പഠിക്കാം. അപ്പം ഇവിടെ ഒരു ചോദ്യം നമുക്ക് കൃത്യമായി കാണാം. എന്താ ചോദ്യം? യേശു ക്രിസ്തു ആദ്യനും അന്ത്യനുമാണെങ്കിൽ നിത്യനാണോ എന്നാണ് ചോദ്യം. ഇത് രണ്ടുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആദ്യനുമാണ് അന്ത്യനുമാണ്. ഏതിൻ്റെ? സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ആദ്യനും അന്ത്യനും. സൃഷ്ടിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൻ്റെ ആദ്യനും അന്ത്യനുമാണ്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ ആദ്യനും അന്ത്യനുമാണ്. എന്നാൽ ക്രിസ്തുവിന് നിത്യരാജ്യമുണ്ട്. യഹോവയ്ക്ക് നിത്യരാജ്യമുണ്ട്. ഈ ഒരു വലിയ അറിവിലേക്ക് ഇന്ന് നമ്മൾ കയറി വരികയാണ്. അപ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. ആരെങ്കിലും എഴുതാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവരാജ്യം കർത്താവ് പ്രസംഗം ആരംഭിച്ചത് 2-ാം യുഗത്തിൻ്റെ അവസാനത്തിലും 3-ാം യുഗത്തിൻ്റെ ആരംഭത്തിലും. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തിൽ, സുപ്രസാദ കാലത്തിൻ്റെ തുടക്കത്തിൽ. ഇതാണ് ആദ്യം നമ്മൾ കണ്ടത്. ആ പ്രസംഗം അവസാനിച്ചത് സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ്. ക്രിസ്തു ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ കർത്താവ് തെളിയിച്ചു, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, രാജ്യമുണ്ട്, രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണെന്നെല്ലാം കൃത്യമായി നമ്മുടെ കർത്താവ് തെളിയിച്ചു. അടുത്തത് നമ്മൾ കാണേണ്ടത്, കൃത്യമായി മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന് നിത്യരാജ്യമുണ്ട്. യഹോവയ്ക്ക് നിത്യരാജ്യമുണ്ട്. യേശു ക്രിസ്തുവിന് നിത്യരാജ്യമുണ്ട്. യഹോവയ്ക്ക് നിത്യരാജ്യമുണ്ട്. യേശു ക്രിസ്തു നിത്യനാണ്, യഹോവ നിത്യനാണ്. അടുത്തത്, രാജ്യം കൈമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൈമാറ്റം ചെയ്യുന്നു, ആധിപത്യം കൈമാറ്റം ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. ടെറിറ്ററി അല്ല കൈമാറുന്നത്, ആധിപത്യമാണ് കൈമാറുന്നത്. നോട്ട് ടെറിറ്ററി ബട്ട് ഡൊമീനിയൻ ഓഫ് ദ കിങ്ഡം. ഇവിടെ വലിയൊരു ആശയം നിങ്ങളുടെ അകത്ത് വരണം. അപ്പം യഹോവയും യേശു ക്രിസ്തുവും ഈ രണ്ട് ടൈറ്റിലും നിത്യതയോട് ബന്ധപ്പെട്ടതാണ് എന്നറിഞ്ഞിരിക്കണം. യേശു ക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥൻ. അക്കാര്യം ശ്രദ്ധിക്കുക, നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥൻ.
2 പത്രോസ് 1:11. നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥൻ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കട്ടെ, ഇത്ര വലിയ രാജ്യത്തിൻ്റെ ഉടമസ്ഥനായ രാജാവായ അരുമനാഥനാണ് സ്വർഗത്തിൽ നിന്ന് മാനവജാതിക്ക് വേണ്ടി അവരുടെ പാപപരിഹാരാർത്ഥം റാൻസം പ്രൈസ് മറുവിലയായി തൻ്റെ ജീവൻ നൽകാൻ ഇറങ്ങി വന്നത്. അതാണ് യോഹന്നാൻ 3:16 പറയുന്നത്. സോ ലൗഡ്, യേശുക്രിസ്തു ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ആ സ്നേഹം ഓർത്ത് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് ഒന്നിച്ച് പറയാം, ആ സ്നേഹത്തിൻ്റെ വലുപ്പത്തിന് മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. ആ സ്നേഹം നമ്മിലേക്ക് പകരുന്ന ദൈവത്തെ ഓർത്ത് നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ഇവിടെ കൃത്യമായി അറിയുക, നമ്മുടെ പാഠഭാഗം വളരെ ഭംഗിയായിട്ട് പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ ക്യാരക്ടർ, മാനർ, ഹാബിറ്റ്, പ്രസൻറ്റേഷൻ ഇവയെല്ലാം നമ്മൾ വ്യക്തമാക്കാൻ പോവുകയാണ് ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ, ബൈബിളിലൂടെ. വളരെ വലുപ്പമുള്ളൊരു പഠനമാണ് ഇന്ന് കാണുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ എടുത്തു പറയുന്നു, ആദ്യനും അന്ത്യനും എന്നത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് യെശയ്യാവ് 44:6 കൃത്യമായി പറഞ്ഞിരിക്കുന്നതിനാൽ ആ രാജ്യം ആരംഭിച്ചത് ഈജിപ്തിൽ നിന്നാണ്, മിസ്രൈമിൽ നിന്നാണ്. അതിൻ്റെ തുടക്കത്തിൽ കർത്താവുണ്ട്, അതിൻ്റെ ഒടുക്കം നമുക്ക് കാണാം, ആ ഒടുക്കത്തിലും കർത്താവുണ്ട്. അപ്പോൾ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ്, സൃഷ്ടിയോട് ബന്ധപ്പെട്ടാണ് ആദ്യനും അന്ത്യനും. എഴുതി വയ്ക്കുക, അക്കോർഡിംഗ് ടു ഓർ ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് ക്രിയേഷൻ. അത് നിത്യതയോട് ബന്ധപ്പെട്ടല്ല എന്ന വലിയൊരു യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആ ഭാഗം ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തു നിത്യനാണ്, യേശുക്രിസ്തു നിത്യരാജാവാണ്, യേശുക്രിസ്തു നിത്യനായ യഹോവയാണ്, യേശുക്രിസ്തു നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥനും ഞാനും തമ്മിൽ ബന്ധം വ്യക്തിപരമായി ഉണ്ടാക്കി തരാൻ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന, എല്ലാം വെടിഞ്ഞിറങ്ങി വന്ന അരുമനാഥൻ്റെ സ്നേഹത്തിന് നന്ദി പറയുകയാണ് ഞാൻ. ഹല്ലേലൂയ. ഹൃദയമുള്ളവരെല്ലാം ആ സ്നേഹത്തിന് ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞ് ആരാധിച്ചാട്ട്. നമ്മൾ അടുത്ത ഭാഗത്ത് കിടക്കുന്നത്, ഇത് കൈമാറിയത് എപ്പോഴാണ്? ഇസ്രായേലിന് രാജ്യം കൈമാറിയത് എപ്പോഴാണ്? ഈ അറിവും കൊണ്ട് നമുക്കുണ്ടായിരിക്കണം. ഏത് രാജ്യം? ദൈവരാജ്യത്തിൻ്റെ ആധിപത്യം ഇസ്രായേലിന് കൈമാറിയത് എപ്പോഴാണ്? ഇവിടെ ക്രിസ്തു പറയുന്നത് ശിഷ്യന്മാർക്ക് കൈമാറുന്ന കാര്യമാണ്. അപ്പം ഇത് വിശാലമായി പഠിക്കേണ്ട ഭാഗമാണ്. മത്തായി 12:28 പറയുന്നത് ശിഷ്യന്മാർക്ക് സുപ്രസാദ കാലത്തിൽ കൈമാറുന്ന കാര്യമാണ്. മത്തായി 12:28 വന്നെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വളരെ വലുപ്പത്തിൽ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശിഷ്യന്മാർക്ക് അത് കൈമാറുന്നത് എങ്ങനെ? ആർക്കാണ് ആദ്യം കൈമാറിയത്? നമുക്കെടുക്കാം. ആർക്കാണ് ആദ്യം കൈമാറിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 2 Chronicles chapter 13 verse 8. And now ye think to withstand the kingdom of the Lord in the hand of the sons of David. അവിടെ ലോർഡ് എന്ന് KJV തർജ്ജമ ചെയ്തിരിക്കുന്നത്, എബ്രായ ബൈബിളിൽ യഹോവ എന്ന് എഴുതിയിരിക്കുന്നത്. ASVയിൽ അവിടെ ജഹോവ എന്ന് എഴുതിയിട്ടുണ്ട്. മലയാളം വായിക്കാം നമുക്ക്. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള
യഹോവയുടെ രാജത്വത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു. ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യം. ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യം. വളരെ സ്പഷ്ടമായിട്ടാണ് ഈ കാര്യം ബൈബിൾ പറയുന്നത്. അത്ര ഭംഗിയായി ബൈബിൾ നമ്മളെ വെളിപ്പെടുത്തുന്നു. ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യം. ആദ്യം അത് നൽകിയത് ദാവീദിനാണ്. ദാവീദ് പുത്രന്മാർക്ക് കൈമാറി. 1 വൃത്താന്ത പുസ്തകത്തിൽ അതുണ്ട്. ഇവിടെ പച്ച പരമാർത്ഥം തെളിയുകയാണ്. യഹോവയുടെ രാജ്യത്തിൻ്റെ ആധിപത്യം മനുകുലത്തിന് ആദ്യമായി കൈമാറുന്നത് ദാവീദിനും തൻ്റെ കുടുംബത്തിനുമാണ്, ഇസ്രയേലിനാണ്. ഈ വലിയൊരു വിവരം നമ്മുടെ അകത്ത് വന്നെങ്കിലാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി യാഥാർത്ഥ്യങ്ങൾ ബോധ്യമാകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. യഹോവയുടെ രാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നിങ്ങനെ നിരവധി ടൈറ്റിലുകളുണ്ട്. ആ ടൈറ്റിലുകൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഓർത്തോളം, ഈ രാജ്യം പലതല്ല, രാജ്യം ഒന്നാണ്. എന്നാൽ ആധിപത്യം കൈമാറുന്നത് പലതാണ്. ആധിപത്യം കൈമാറുന്നത് പലതാണ്, പലർക്കാണ്. ആ വാക്കൊന്നുകൂടെ ഞാൻ പറയുന്നു. ആധിപത്യം കൈമാറുന്നത് പലതാണ്, അത് പലർക്കാണ്. അതിൽ ആദ്യം ആധിപത്യം കൈമാറിയത് ദാവീദിനും തൻ്റെ പുത്രന്മാർക്കും ഇസ്രയേലിനുമാണ്. ഇനി നമുക്കിവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം കൊണ്ട് വിശാലമായി പഠിക്കാം. ഒന്നെടുക്കാമോ? 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 16:3. 1 ശമൂവേൽ 16-ാം അധ്യായം 3-ാം വാക്യം. യിശ്ശായിയെയും യാഗത്തിന് ക്ഷണിക്കാം, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. പലവട്ടം ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു തരുന്നവനെ അഭിഷേകം ചെയ്യണം. ആരാണ് ഞാൻ പറഞ്ഞു തരുന്നവൻ? അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് ദാവീദാണ്. അങ്ങനെ 2 പേർക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നവനെ അഭിഷേകം ചെയ്യണം എന്ന് 2 പേരോട് ബന്ധപ്പെട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അതിലൊന്നാണ് ദാവീദ്. ഞാൻ പറഞ്ഞു തരുന്നവനെ അഭിഷേകം ചെയ്യുക. അതെന്ത് എടുത്തു പറയാൻ കാരണം? ആദ്യമായിട്ട് നിത്യമായ യഹോവയുടെ രാജ്യത്തിൻ്റെ ആധിപത്യം കൈമാറുന്നത് ഞാൻ പറഞ്ഞു തരുന്നവനെ അഭിഷേകം ചെയ്യേ, അവനാണത് കൈമാറാൻ പോകുന്നത്. അവനാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായി ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു. നിത്യമായ രാജ്യം, അതിന് തുടക്കമില്ല, ഒടുക്കമില്ല. എന്നാൽ കൈമാറുന്ന ആധിപത്യത്തിന് തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. ആദ്യമായിട്ട് കൈമാറിയത് ദാവീദിനും കുടുംബത്തിനും ഇസ്രായേലിനും. അത് ആധിപത്യമാണ് കൈമാറിയത്. ആമേൻ. ഈ അറിവിലേക്ക് നമുക്ക് ഒന്നിച്ചു വരണം. ആ ആധിപത്യം കൈമാറിയതിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടെങ്കിലാണ് ക്രിസ്തുവിൻ്റെ പാഠഭാഗങ്ങൾ, സംഭാഷണങ്ങൾ, ഉപദേശങ്ങൾ വളരെ വ്യക്തമായി തെളിയുകയുള്ളൂ. മലയാളത്തിൽ ഒരു പദമില്ല, അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ കാണാം. John chapter 18 verse 36. But now is my kingdom not from hence. യോഹന്നാൻ 18-ാം അധ്യായം 36-ാം വാക്യം. എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ
ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ പോരാടുമായിരുന്നു. അടുത്തത്, എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇംഗ്ലീഷിൽ നൗ എന്നൊരു പദം വന്നിട്ടുണ്ട്. നൗ എന്നാൽ ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇതിൽ നിന്ന് വലിയൊരു യാഥാർത്ഥ്യം തെളിവാകുന്നു. അതെന്താ? രാജ്യം ഐഹികമാകുന്ന വലിയൊരു ടൈം വരുന്നുണ്ട്. രാജ്യം ഐഹികമാകുന്ന വലിയൊരു സമയം വരുന്നുണ്ട്. അതെപ്പോഴാണ്? 1000 ആണ്ടിൽ ഈ ലോകത്തിൽ നിന്ന് ആയിരിക്കും രാജ്യം. അത് വിശദമായി നമുക്ക് പഠിക്കാം. കൃത്യമായ വാക്യങ്ങൾ അതിനുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ പുത്രന്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൽ നിന്നല്ല, ഈ ലോകമായി ബന്ധപ്പെട്ടതല്ല. എങ്കിൽ 2 പത്രോസിൽ പറഞ്ഞ കാര്യം എത്ര തെളിവായി? അത് നിത്യതയോട് ബന്ധപ്പെട്ട രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അത് നിത്യതയോട് ബന്ധപ്പെട്ട രാജ്യമാണ്. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോകത്തോട് ബന്ധപ്പെട്ടതും നിത്യതയോട് ബന്ധപ്പെട്ടതുമായ ദൈവരാജ്യത്തിൽ നമ്മെ എല്ലാവരെയും അംഗമാക്കാൻ ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയിൽ അനുസരിപ്പാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. മഹാരാജാവായ നിത്യരാജാവായ ദൈവത്തിന് തൻ്റെ രാജ്യത്തിൽ നമ്മൾക്ക് സിറ്റിസൺഷിപ്പ് തരാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവം അടുക്കിന് വെച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ, അതിൻ്റെ ക്രമങ്ങൾ കൃത്യമായി അനുസരിച്ചാൽ ആ സിറ്റിസൺഷിപ്പ് നമുക്കും ലഭിക്കുന്നതാണ്. ആമേൻ. അത് ഇവിടെയുള്ള രാജ്യങ്ങളെല്ലാം തീർന്നു പോകുന്ന രാജ്യങ്ങളാണ്. തീർന്നു പോകാത്ത നിത്യരാജ്യത്തിൽ ഒരു അംഗത്വം എടുക്കാൻ, ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് സഭയിൽപ്പെട്ടവനായാലും, ഏത് സംഘടനയിൽപ്പെട്ടവനായാലും, ഏത് ഇസത്തിൽപ്പെട്ടവനായാലും ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് ഹൃദയം തുറന്നൊന്ന് നോക്കാൻ കഴിയുമെങ്കിൽ, യേശുവിനെ ഒരു ഓപ്പൺ ടെക്സ്റ്റായി തുറന്ന ഹൃദയത്തോടെ വിളിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, യേശു വഴി ഈ നിത്യരാജ്യത്തിലേക്ക് നിങ്ങൾക്കും വന്നു ചേരാൻ കഴിയും. ആമേൻ. അതിൻ്റെ ക്രമങ്ങൾ നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം. ഇവിടെ വളരെ വ്യക്തമാണ്, ബട്ട് നൗ ഈസ് മൈ കിങ്ഡം. നൗ, ആ നൗ എന്നതിനുള്ള ഗ്രീക്ക് പദത്തിന് 7ഓളം അർത്ഥങ്ങളുണ്ട്. വിശാലമായി നമുക്കതിൻ്റെ ഭാഗങ്ങൾ കാണാം. തൽക്കാലം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. ക്രിസ്തു നിൽക്കുന്നത് കൃത്യമായി 3ാമത്തെ യുഗത്തിലാണ്, സുപ്രസാദ കാലത്തിലാണ്. സുപ്രസാദ കാലത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ രാജാവാണെന്ന് ക്രിസ്തു തന്നെ സമ്മതിക്കുന്നു. ആമേൻ. 2 വിധത്തിൽ അതിൻ്റെ വലുപ്പം കിടക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടു തരികയാണ്. വിശാലമായി നമുക്ക് കാണാം. Matthew chapter 6 verse 11. Thy kingdom come. നിന്റെ രാജ്യം വരണമേ, ആ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ആമേൻ. നിന്റെ രാജ്യം വരണമേ. Thy kingdom come. നിന്റെ രാജ്യം വരണമേ. ഇവിടെ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു പദമാണ് ഇപ്പോൾ വായിച്ചത്. ആ വാക്യം നമുക്ക് ഒന്നിച്ച് ലിസി ആൻറ്റിയോടൊപ്പം വായിക്കാം. വായിച്ചാട്ടെ ലിസി ആൻറ്റി. താങ്ക് യു സോ മച്ച്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൃത്യമായൊരു പ്രഭാഷണ ഭാഗം ഒന്ന് അടർത്തിയെടുത്ത് ലോകം മുഴുവൻ പഠിക്കണം. അതെന്താ പഠിക്കേണ്ടത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുക, സ്വർഗത്തിലാണ് രാജാവിൻ്റെ ഇഷ്ടം നിറവേറുന്നത്. രാജാവിൻ്റെ തിരുവുള്ളം അതിൻ്റെ തികഞ്ഞ വലുപ്പത്തിൽ നിറവേറുന്നത് സ്വർഗത്തിലാണ്.
ആമേൻ. സ്വർഗത്തിലാണ്. ഉള്ളം സമ്പൂർണമായി നിറവേറുന്ന ആ രാജ്യത്തിലെ കാര്യങ്ങൾ അതേ രീതിയിൽ ഭൂമിയിൽ വരണമേ എന്നാണ് ആ പ്രാർത്ഥനയിലെ ആഗ്രഹം. തിരുവള്ളം സ്വർഗത്തിൽ നിറവേറുന്നത് എങ്ങനെയാണോ അതുപോലെ കൃത്യമായി ഭൂമിയിൽ ആ ഇഷ്ടം നിറവേറി വരണം. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവള്ളം നിശ്ചയമായി ശ്രദ്ധിക്കുക. ഏത് രീതിയിലാണോ നിത്യരാജ്യത്തിൽ വെളിപ്പെടുന്നത് അതേ രീതിയിൽ ഇവിടെ ഇറങ്ങി വരണമേ. ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അപ്പം ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറുന്ന പ്രതലം, ആ ടെറിറ്ററി ഏതാണ്? കൃത്യമായി പറയാം. മത്തായി 5:3 സ്വർഗരാജ്യം, സ്വർഗങ്ങളാണ് രാജ്യം എന്നാണ് വേണ്ടത്. സ്വർഗരാജ്യം, സ്വർഗങ്ങളാണ് രാജ്യം. മഹാരാജാവായ ദൈവം ഇരിക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ആ പ്രതലം. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ആ പ്രതലം. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ആ പ്രതലം. ഒന്നുകൂടെ ഉറക്കെ പറയുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്ര വിശുദ്ധിയും എത്ര മഹത്വവും എത്ര വലുപ്പവും ഉണ്ടോ അതേ രീതിയിൽ മുഴുവൻ കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒറ്റ പ്രതലമേ ഉള്ളൂ. അതാണ് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. അപ്പം ദൈവത്തിൻ്റെ വാസത്തെക്കുറിച്ചുള്ള ഒരു അറിവും കൂടെ താൽക്കാലികമായി നമുക്കിവിടെ ലഭിക്കണം. ദൈവം വസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരറിവും കൂടെ തൽക്കാലമായി നമുക്കിവിടെ ലഭിക്കണം. അതെന്താണെന്ന് അറിയണ്ടേ? അവിടെ നിറവേറുന്നത് എങ്ങനെയോ അതുപോലെ ഇനി ഭൂമിയിൽ വരയണമേ. ഇതുവരെ വന്നിട്ടില്ല. ഭൂമിയിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അത് നിറവേറയണമേ. അപ്പം ഇവിടെ രണ്ട് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മത്തായി 12:28 കൃത്യമായി പറയുന്നു രാജ്യം വന്നെത്തിയെന്ന്. എന്നാൽ മത്തായി 6:11 പറയുന്നു ദൈവഹൃദയത്തിൽ സമ്പൂർണമായി ഇഷ്ടം നിറവേറുന്ന ആ രാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ വരണം. ഇത് രണ്ട് കാര്യങ്ങളാണ് എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്കിവിടെ ഒന്ന് വായിക്കാം. യെശയ്യാ പുസ്തകം എല്ലാവരും എടുത്താണ്. 63-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. Isaiah 63:15 Look down from heaven. സ്വർഗത്തിൽ നിന്ന് നോക്ക്. Praise the Lord. ഏത് സ്വർഗം? ആ സ്വർഗത്തിന്റെ ക്യാരക്ടർ അവിടെ പറഞ്ഞിട്ടുണ്ട്. Behold, from the habitation of thy holiness and of thy glory. Thy holiness and thy glory. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗങ്ങളിലെ കാര്യമാണ് അവിടെ പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ വാസം. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വാസം. അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത് പോലെ ഭൂമിയിലുമാകണമേ. ഈ പ്രാർത്ഥനയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എത്ര മഹത്തായൊരു പ്രാർത്ഥന! ഹല്ലേലൂയ! സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? വളരെ ചിന്താർഹമായ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ എങ്ങനെയെന്ന് ഭംഗിയായി ഇവിടെ കാണാം. ഞാൻ ഇന്ന് ഒന്നുകൂടെ വിശാലമാക്കുകയാണ്. നിത്യമായ രാജ്യം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്.
നിത്യരായ രാജ്യമെന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്നതാണ്. വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലെ അനുഭവങ്ങൾ ആ രാജ്യത്തിൽ എന്തൊക്കെയുണ്ടോ അതിവിടെ ഇറങ്ങി വരണമെന്നാണ് ആഗ്രഹം. അത് പ്രാർത്ഥിക്കാനാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യം കൊണ്ടുവന്ന ചിന്ത നിത്യതയുടെ ചിന്തയാകയാൽ ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അപ്പം നമ്മുടെ ഹൃദയത്തിൽ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, എറ്റേണിറ്റി ടു എറ്റേണിറ്റി, ആ ഒരു വിഷൻ്റെ അകത്ത് വരണം, ആ ഒരു വലിയ കാഴ്ചപ്പാട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ എല്ലാവരോടും ഉറക്കെ പറയുകയാണ്, നമ്മുടെ അകത്ത് ലോകം കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലോകം കയറി പറ്റിയതിൻ്റെ മീതെ നമ്മെ ഭരിക്കേണ്ട ചിന്ത, നമ്മളെ ഗവേൺ ചെയ്യേണ്ട ചിന്ത നിത്യതയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വലിയ അറിവിൽ വരുന്നവർ എത്ര പേരുണ്ട്? നമ്മളെ ആധിപത്യം നടത്തേണ്ട ചിന്ത, നമ്മുടെ അന്തർഭാഗത്ത് വാഴേണ്ട ചിന്ത നിത്യതയെക്കുറിച്ചുള്ളതാണ് പ്രഥമത. തുടക്കത്തിൽ അതാണ് ഉണ്ടാകേണ്ടത്. ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്നല്ല, താഴവാക്യത്തിലുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം പല കാര്യങ്ങൾ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം കർത്താവ് ഇവിടെ പറയുന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ലൈഡ് രണ്ട് ഭാഗമാണ്. ഒന്ന് നിത്യതയിലെ രാജ്യാനുഭവങ്ങൾ, രണ്ട് ചരിത്രത്തിലെ രാജ്യാനുഭവങ്ങൾ. രണ്ട് ഭാഗമായി സ്ലൈഡ് നമ്മളെ തിരിച്ചു. നിത്യയിലെ രാജ്യാനുഭവങ്ങൾ, ചരിത്രത്തിലെ രാജ്യാനുഭവങ്ങൾ, രണ്ടായി ഇത് കൃത്യമായി തിരിഞ്ഞു. വിവിധ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഈ ക്ലാസ്സിലുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഞാനുണ്ട്, കോട്ടയത്ത് നിന്ന് റോയ് ചെറിയാൻ പാസ്റ്ററുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് മിഥുനുണ്ട്. ഞാനിത് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഉണ്ട്. മസ്കറ്റിൽ നിന്ന് എത്രയോ പേരാണ് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും പലരും അറ്റൻഡ് ചെയ്യുന്നു. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പല രാജ്യങ്ങളിൽ നിന്ന് ഒന്നിച്ച് ഒരു കുടുംബമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. പല രാജ്യങ്ങളിലെ പല അനുഭവങ്ങളിലിരിക്കുക. സ്വോത്രം. നമ്മളൊരു കുടുംബമായിട്ടിരിക്കുക. സൂം വന്നത് ഒരു വലിയ രോഗം ലോകത്തെ കീഴടക്കിയപ്പോഴാണ്. ലോകത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഉപദേശി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വന്ന രോഗത്തിന് നന്ദിയെന്ന്. പ്രൈസ് ഗോഡ്. പാവപ്പെട്ട ഉപദേശി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കേട്ടതാണ് കേട്ടോ. കർത്താവെ ഞങ്ങളെ ഒന്നിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക, ഹല്ലേലൂയ, ദൈവം ഈ രോഗം വരുത്തിയതിന് നന്ദിയെന്ന്. ഞാൻ തിരിച്ചു പറയുന്നു, അവിടെ നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒന്നിച്ച് രാജ്യങ്ങളിലുള്ള പലർക്കും ഒരുമിച്ചത് പഠിക്കാനിടയായത്. ഈ അവസരം ഒരുക്കിയ മസ്കറ്റിലുള്ള കർത്തദാസന്മാർ, അതിന് മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഞാനിവിടെ ഒരു വാക്കൊന്ന് നിർത്തി പറയട്ടെ. ഈ സ്ലൈഡിൻ്റെ അല്പം ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് വരണം. എന്താണ്? നിത്യനായ ദൈവം നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിറവേറ്റുന്നത് എന്തെല്ലാം? നിത്യനായ ദൈവം നിത്യമായ രാജ്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ ഇഷ്ടം നിറവേറ്റുന്നത് എന്തെല്ലാം? അതെല്ലാം ഭൂമിയിലേക്ക് വരണം. ആ ഇഷ്ടം നിറവേറ്റുന്നതെല്ലാം ഭൂമിയിലേക്ക് വരണം. ആ വലിയൊരു അംബിഷൻ, ആ ഡിസയർ, ആഗ്രഹം, ആകാംക്ഷ നമ്മുടെ അകത്ത് കത്തി ജ്വലിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?
നമ്മുടെ താൽക്കാലിക ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇക്കിളിപ്പെടുത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ അതിൻ്റെ മീതെ ഈ ചിന്ത ഒന്ന് വാഴാൻ അനുവദിക്കുന്നവർ എത്ര പേരുണ്ട്? താൽക്കാലിക രാജ്യാനുഭവങ്ങളുടെ മീതെ, ഈ ലോകത്തിലെ രാജ്യാനുഭവങ്ങളുടെ മീതെ, ആ ചിന്തകൾക്ക് മീതെ നിത്യരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ അകത്തൊന്ന് വാഴാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഇവിടെ വികാരത്തെ ദൈവിക വചനത്തിൻ്റെ ചിന്ത കൊണ്ട്, നിത്യതയുടെ ചിന്ത കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു യുദ്ധമേഖലയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു യുദ്ധമേഖലയിലാണ്, ഒരു സ്പിരിച്വൽ വാർഫെയർ ആണ്. നമ്മളതിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ദൈവം നമ്മളെ വിജയിപ്പിക്കും. റോമാലേഖനം 8:37, റോമാലേഖനം 8:37 അടിസ്ഥാനമാക്കി ദൈവം നമുക്ക് വിജയം നൽകും. നമ്മൾ തുടക്കത്തിൽ വായിച്ച ഭാഗത്തേക്ക് കൊണ്ട് വരണം, വായിക്കാം. കണ്ടത് Matthew chapter 4 verse 23, the gospel of the kingdom. ഗോസ്പൽ ഓഫ് ദ കിങ്ഡം മലയാളം വായിക്കാം. മത്തായി 4:23 പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഒന്നാമത്തെ ഭാഗം ഈ വാക്യത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയട്ടെ. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കൃപയുടെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം എന്നിങ്ങനെ 25 പ്രയോഗങ്ങളുണ്ട്. അതിൽ 24 ഒരു സുവിശേഷത്തിൻ്റെ വിഷയമാണ്. 24 ഒരെണ്ണം മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ട്. അത് പിന്നീട് പഠിക്കാം. എങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ യേശു ആരംഭിച്ചു എന്നാണ്. ബഹുമാന്യനായ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, വെണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ പ്രശ്നം തീർക്കാൻ അച്ഛൻ വന്നപ്പോൾ, ആ ബന്ധു അറിയപ്പെട്ടൊരു ലീഡറാണ്, അദ്ദേഹം എന്നെ വിളിച്ചു വരണം എന്ന്. ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതൊക്കെയാണ്, നിങ്ങളൊക്കെ ഈ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളല്ലേ എന്ന്. അവിടെ ഇവിടെയൊക്കെ, അപ്പോൾ പദം അതാണ്, അവിടെ ഇവിടെയൊക്കെ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളല്ലേ എന്നാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞ, അച്ഛാ എത്ര വലിയൊരു ചോദ്യമാണത്. കാരണം യേശുക്രിസ്തു കണ്ട കവലയിലൊക്കെ അവിടെ ഇവിടെ നിന്ന് പ്രസംഗിച്ച പാരമ്പര്യം ഞങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങളെ ഏൽപ്പിക്കാഞ്ഞത് എത്ര കുരുത്തമായെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായി? ഇത് സംസാരിച്ച് വീട് നമ്മുടെ റോയ് ചെറിയാൻ പാസ്റ്റർക്കറിയാം. അദ്ദേഹം അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 2 വീട് അപ്പുറമാണ്, നേരെ മുമ്പിലുള്ള ഹോളിൻ്റെ മുമ്പിലുള്ള ആ സ്ഥലമാണത്. ഒരു വലിയ വീട്ടുകാരാണ്. ഇവിടെ മനസ്സിലാക്കണം, നമുക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്, അവർക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. അവർ ഇനി അതിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ആമേൻ. നമ്മൾ അന്യഭാഷയെക്കുറിച്ച് വിശദമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ വിശദമായി നമ്മളെ കളിയാക്കിയവർ, സാരമില്ല, ഇപ്പോൾ അവരതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി കളിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാവരും ഹല്ലേലൂയ അവർക്ക് പറയാമോ? നമുക്ക് ആ ഭാഗ്യം ലഭിച്ചതിന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മുടെ ക്ലാസ് ഇവിടെ ഈ സ്ലൈഡിൽ നിർത്തുകയാണ്. ഇന്ന് വിശാലമായൊരു വിഷയത്തിൻ്റെ തുടക്കം നമുക്ക് ലഭിച്ചു. നന്ദിയുള്ളവരെല്ലാം കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. അധ്യക്ഷനായ പാസ്റ്റർ രഞ്ജി ചാക്കോയ്ക്ക് മൈക്ക് കൈമാറുന്നു. ഗാഡ് ബ്ലസ് യു.